പ്രതിരോധ രംഗം കൂടുതൽ ആകാശദൂരങ്ങൾ താണ്ടാൻ തയ്യാറെടുക്കുന്നു. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന പുനരുപയോഗ മൾട്ടി റോൾ എയർ വെഹിക്കിൾ സാധ്യമാക്കുന്ന പദ്ധതിയിലേക്ക് ചുവടുവെക്കുകയാണ് രാജ്യം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. യുദ്ധരംഗത്തും ബഹിരാകാശ ഗവേഷണ മേഖലയ്ക്കും നിർണായകമായൊരു ശ്രദ്ധേയ പദ്ധതി വിഭാവനം ചെയ്യുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗം. മാക് 5 അഥവാ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് എയർ വെഹിക്കിളാണ് പുതിയ പദ്ധതിയിലൂടെ രാജ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി ലക്ഷ്യമിടുന്നത്. മണിക്കൂറിൽ 6000 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ പ്ലാറ്റ്ഫോം ഭാവിയിലെ യുദ്ധരീതികൾ പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിവുള്ള നൂതന സംവിധാനമായാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യ ലോകത്തിലെ മുൻനിര സൈനിക സാങ്കേതിക ശക്തികൾക്കിടയിൽ മുൻനിര സ്ഥാനം കൈയടക്കുമെന്നും പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഹൈപ്പർസോണിക് വേഗതയിൽ കുതിച്ചുപായുന്ന വ്യോമ സംവിധാനങ്ങളെ പിന്തുടർന്ന് തടയുക, നശിപ്പിക്കുക എന്നതൊക്കെ ലോകത്തിന്ന് നിലവിലുള്ള മിക്ക പ്രതിരോധ സംവിധാനങ്ങൾക്കും പ്രയാസകരമായ കാര്യമാണ്. ഇന്ത്യയെ യാഥാർത്ഥ്യമാക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന പുനരുപയോഗ മൾട്ടി റോൾ വ്യോമവാഹനം ഒറ്റത്തവണത്തെ ഉപയോഗം മാത്രം മുന്നിൽ കണ്ട് വികസിപ്പിക്കുന്നതല്ല. ദൗത്യ നിർവഹണ ശേഷം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്ന ഈ എയർ വെഹിക്കിൾ വീണ്ടും വിവിധ ദൗത്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനാകും. അതിനാൽ തന്നെ കുറഞ്ഞ ചെലവും വർദ്ധിച്ച പ്രവർത്തനക്ഷമതയും പ്രകടമാക്കുന്ന നൂതന വ്യോമ സംവിധാനമെന്ന് റീയൂസബിൾ എയർ വെഹിക്കിളിനെ വിശേഷിപ്പിക്കാം. ഭാവിയിലെ യുദ്ധക്കളങ്ങൾ എന്നത് വേഗതയുടെയും അപ്രതീക്ഷിത നീക്കങ്ങളുടെയും കളങ്ങളായിരിക്കും. അവിടെയാണ് ഹൈപ്പർസോണിക് എയർ വെഹിക്കിളിന്റെ പ്രസക്തി ഏറുന്നതും. എതിരാളികൾക്ക് പ്രതികരിക്കാനുള്ള സമയം പോലും നൽകാതെ അതിവേഗ സ്ട്രൈക്ക് ശേഷിയിൽ ലക്ഷ്യം തകർക്കാൻ ഇവയ്ക്കാകും. അതുപോലെ തന്നെ നിലവിലുള്ള മിക്ക റഡാർ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് വെട്ടിച്ച് കടന്നുകളയാനും ഇവയ്ക്കാകും. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ പോലും വളരെ കുറച്ചു സമയത്തിനുള്ളിൽ നിഷ്പ്രഭമാക്കി ദീർഘദൂര ആക്രമണം നടത്തുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകൾ രാജ്യത്തിന്റെ ഭാവിയിലെ യുദ്ധങ്ങളിൽ തന്ത്രപ്രധാന ആയുധമായി മാറുമെന്നതിൽ സംശയമില്ല. രാജ്യം പദ്ധതിയിട്ടിരിക്കുന്ന റീയൂസബിൾ എയർ വെഹിക്കിളിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ഇത് ഒരു മൾട്ടി റോൾ പ്ലാറ്റ്ഫോം ആണെന്നതാണ്. അതായത് സൈനിക ആവശ്യങ്ങൾക്കായി മാത്രമല്ല ഇവ പ്രയോജനപ്പെടുത്താനാവുക. റീയൂസബിൾ ഹൈപ്പർസോണിക് വെഹിക്കിൾ ഉപയോഗിച്ച് ബഹിരാകാശ ഗവേഷണ ദൗത്യങ്ങളും സാധ്യമാക്കാനാകും. അങ്ങനെ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിനും അടിയന്തര സ്പേസ് മിഷനുകൾക്കും ഈ സംവിധാനം വിനിയോഗപ്പെടുത്താം. പരമ്പരാഗത ഈ റീയൂസബിൾ ഹൈപ്പർസോണിക് വെഹിക്കിൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ പരമ്പരാഗത റോക്കറ്റ് വിക്ഷേപണ രീതികളെക്കാൾ വേഗതയിൽ ദൗത്യ നിർവഹണം സാധ്യമാകും എന്നതിനൊപ്പം ചെലവും കുറയ്ക്കാനാകും. ഇന്ത്യൻ എയർഫോഴ്സ് ഭാവിയിലെ യുദ്ധസങ്കല്പങ്ങൾ മുൻനിർത്തി ഹൈപ്പർസോണിക് സംവിധാനങ്ങളെ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നത്. DRDOയുടെ ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അഥവാ HSTDV നിലവിൽ വിവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. HSTDV ഇതിനകം തന്നെ സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യയിൽ ശേഷി തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ബഹിരാകാശ രംഗത്ത് ISROയുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ പരീക്ഷണങ്ങൾ രാജ്യം പദ്ധതിയിട്ടിരിക്കുന്ന റീയൂസബിൾ മൾട്ടി റോൾ എയർ വെഹിക്കിൾ എന്ന പദ്ധതിക്ക് സാങ്കേതിക പിന്തുണ പകരും. അങ്ങനെ DRDOയുടെയും ISROയുടെയും സാങ്കേതിക മികവും ഗവേഷണ പരിജ്ഞാനവും ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോമിന്റെ വികസനത്തിന് ചാലകശക്തിയായി മാറും. അമേരിക്ക, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായുള്ള വ്യോമ സംവിധാനങ്ങളിലും ആയുധങ്ങളിലും വലിയ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. ലോകശക്തികൾക്കിടയിൽ തന്ത്രപ്രധാനമായ സ്ഥാനത്തെത്തുന്നതിനും ഭാവിയിലെ സാങ്കേതിക യുദ്ധങ്ങളിൽ രാജ്യത്തിന്റെ പേര് ഉയർന്നു നിൽക്കുന്നതിനും പ്രതിരോധ സംവിധാന രംഗത്ത് സ്വയം പര്യാപ്തത നേടുന്നതിനുമായാണ് ഇന്ത്യ നൂതന പ്രതിരോധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ റീയൂസബിൾ ഹൈപ്പർസോണിക് എയർ വെഹിക്കിൾ എന്ന ആശയം രൂപകൽപ്പനാ ഘട്ടത്തിലാണെങ്കിലും അത് യാഥാർത്ഥ്യമാകുന്ന നാൾ ഇന്ത്യയുടെ യുദ്ധ ബഹിരാകാശ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നതിന് അത് വഴിയൊരുക്കും. വാർത്തയുടെ നിറം തേടി തനി നിറം.